നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാനിലെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആണവ ബോംബുകളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി റവല്യൂഷണറി ഗാർഡ്സിന്റെ വെറും ഒരു കളിപ്പവ മാത്രമാണെന്നും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നും നെതന്യാഹുവിന്റെ വിമർശനം. ഇറാനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ. ഇറാനെതിരായ യുദ്ധത്തിനിടെ പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കയുടെ സൈനിക വിമാനം തകർന്നു വീണു. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായ KC-135 സൈനിക വിമാനമാണ് തകർന്നു വീണത്. ആക്രമണത്തിലല്ല വിമാനം തകർന്നതെന്ന് US സെൻട്രൽ കമാൻഡർ. വിമാനം വെടിവെച്ചിട്ടതാണെന്ന് ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത് ഇത് 4ാമത്തെ വിമാനം. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തകർച്ചാ ഭീഷണി നേരിടുന്നില്ല എന്നും ജനതയ്ക്കുമേൽ അവർക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട് എന്നും US രഹസ്യാന്വേഷണ വിഭാഗം. ഇറാൻ ഭരണകൂടത്തിൽ വിള്ളലില്ല എന്നും ഇപ്പോഴും സംഘടിതമാണ് എന്നും ഉടനൊന്നും നിലം പതിക്കില്ല എന്ന റിപ്പോർട്ട്. ഇറാനുമായുള്ള യുദ്ധം അമേരിക്ക ഉടൻ തീർക്കണമെന്ന ട്രംപ്. ഇറാൻ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതിന് യുദ്ധത്തിന് പര്യവസാനം കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടാകുമെന്ന് വിദഗ്ധർ. യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില കുത്തനെ ഉയരുന്നത് ട്രംപ് സർക്കാരിനുമേൽ കനത്ത വെല്ലുവിളിയായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് എങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭക്ഷ്യവസ്തുക്കളുടെ വില ഗണ്യമായി ഉയരും. വില വർധനവിന് കാരണമാകുന്നത് യൂറോപ്പിലും ബ്രിട്ടനിലേക്കും സാധനങ്ങൾ എത്തിക്കുന്ന പ്രധാന കടൽപാതകൾ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ഷിപ്പിംഗ് ചാർജ് വർദ്ധിച്ചതും ഇന്ധന വില കൂടുന്നതും വിമാന ചരക്ക് സേവനങ്ങളുടെ അപര്യാപ്തതയും വില ഗണ്യമായി ഉയരാൻ കാരണമാകും. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട 3 ബാങ്കുകളുടെ മൊബൈൽ ആപ്പുകളിൽ മറ്റാളുകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കാണാനായുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്ത്. അക്കൗണ്ട് വിവരങ്ങൾ കാണാനായത് സാങ്കേതിക തകരാർ മൂലമെന്ന ബാങ്കുകൾ. ലോയിഡ് ബാങ്ക്, ഹാലിഫാക്സ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്നീ ബാങ്കുകളുടെ ആപ്പുകളിലാണ് തകരാർ സംഭവിച്ചത്. ബ്രിട്ടനിലെ നിരവധി ബാങ്കുകൾ IT തകരാറുകൾ ഉണ്ടായത് ഡിജിറ്റൽ ബാങ്കിംഗ് സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചതായി ഉപഭോക്താക്കൾ. ഗൾഫിലെ പ്രതിസന്ധി മൂലമുണ്ടാകുന്ന പെട്രോളിയം വാതക വിതരണ പ്രതിസന്ധിയെ ഇന്ത്യ സജീവമായി നേരിടുകയാണെന്നും ചിലർ പരിഭ്രാന്തി സൃഷ്ടിച്ച് സ്വന്തം അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇന്ത്യ സാധ്യമായ എല്ലാ വഴികളും തേടുന്നുണ്ടെന്നും സാഹചര്യം മുതലെടുത്ത് ചില LPG ഉൽപ്പന്നങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും നരേന്ദ്രമോദി. പാചകവാതകത്തിന്റെ സിലിണ്ടർ ബുക്കിംഗിന് ഇടവേള 25 നിന്നും 45 ദിവസമായി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. കോടതി മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നും ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷണം നടത്തുന്നതെന്നും കോടതി. പൊതുധാരണകളല്ല കോടതിയുടെ പരിഗണനയിലുള്ളതെന്നും യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും ഹൈക്കോടതി. ആയുസ് തീർന്നാലും ആർത്തി തീരാത്ത നേതാക്കൾ. ദില്ലിയിൽ നിന്നും അസംതൃപ്തനായി നാട്ടിലേക്ക് തിരിച്ച കോൺഗ്രസ് നേതാവ് K. സുധാകരൻ വൈകാരികമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ താൻ പൊരുതി സംരക്ഷിച്ച തന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ തനിക്കൊരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ് സുധാകരന്റെ കുറിപ്പ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓരോ കുൽസിത പ്രവർത്തികൾ. വാർത്തകൾ വിശദമായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് എങ്കിൽ അടുത്ത ഏതാനും ആഴ്ചകളിൽ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭക്ഷ്യവസ്തുക്കളുടെ വില ഗണ്യമായി ഉയരാൻ സാധ്യത. ഈ സംഘർഷം ആഗോള വ്യാപാരത്തെയും ഗതാഗതത്തെയും ബാധിക്കുന്നതിനാൽ വിതരണ ശൃംഖലയിൽ വലിയ സമ്മർദ്ദം ഉണ്ടാകുമെന്ന വാർത്തകളാണ് വ്യാപിക്കുന്നത്. ഷിപ്പിംഗ് ചാർജ് വർദ്ധിക്കൽ, ഇൻഷുറൻസ് ചെലവുകൾ ഉയരുക, ഇന്ധനവില കൂടുക, വിമാന ചരക്കു സേവനങ്ങളുടെ അപര്യാപ്തത എന്നിവയാണ് പ്രധാനമായും വില വർധനയ്ക്ക് കാരണമാകുന്നത്. ഇതിന്റെ ഫലമായി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ കൂടുതൽ വിലയ്ക്ക് വാങ്ങേണ്ടി വരും. സാധാരണയായി യൂറോപ്പിലേക്കും പ്രത്യേകിച്ച് ബ്രിട്ടനിലേക്കും സാധനങ്ങൾ എത്തിക്കുന്ന പ്രധാന കടൽപാതകൾ ഇപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ വിതരണക്കാർ ചരക്കുകൾ ആഫ്രിക്കയിലെ ഗുഡ്സ് ഹോപ്പ് മുനമ്പ് വഴി തിരിച്ചയക്കുകയാണ്. ഇതിലൂടെ ഏകദേശം 6000 കിലോമീറ്റർ അധിക ദൂരം യാത്ര ചെയ്യേണ്ടിയായി വരുന്നു. ഈ നീണ്ട യാത്ര ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ചരക്കുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഏകദേശം 2 ആഴ്ച വരെ കൂടുതൽ സമയം എടുക്കുന്നതും കാരണമാകുന്നു. ഗതാഗതവും വിതരണ ചെലവും ഉയരുന്നതോടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലയും സ്വാഭാവികമായി വർദ്ധിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പല സൂപ്പർ മാർക്കറ്റുകളും ഭാവിയിൽ ക്ഷാമം കണക്കിലെടുത്ത് സാധനങ്ങൾ മുൻകൂട്ടി വലിയ തോതിൽ വാങ്ങി സംഭരിക്കാൻ തുടങ്ങിയ സാഹചര്യവും നിലവിലുണ്ട്. അതിനാൽ ഇപ്പോഴുള്ള പ്രതിസന്ധി അവസാനിച്ചാലും വിപണിയിലെ വില ഉടൻ കുറയാൻ സാധ്യത കുറവാണ് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. സംഭരണത്തിന്റെയും വിതരണത്തിന്റെയും ചെലവ് ഉയരുന്നത് മൂലം ഉപഭോക്താക്കൾക്ക് ദീർഘകാലം കൂടിയ വില നൽകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നത്. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട 3 ബാങ്കുകളുടെ മൊബൈൽ ആപ്പുകളിൽ സാങ്കേതിക തകരാർ ഉണ്ടായതിനെ തുടർന്ന് ചില ഉപയോക്താക്കൾ മറ്റ് ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കാണാനായുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ലോയിഡ് ബാങ്കിംഗ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ലോയിഡ് ബാങ്ക്,
ഹാലിഫാക്സ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ് എന്നീ ബാങ്കുകളുടെ ആപ്പുകളിലാണ് വ്യാഴാഴ്ച രാവിലെ ഈ പ്രശ്നം നേരിട്ടത്. ആപ്പിൽ ലോഗിൻ ചെയ്തപ്പോൾ ചിലർക്ക് സ്വന്തം അക്കൗണ്ടിന് പകരം മറ്റു ഉപയോക്താക്കളുടെ പേരുകളും ഇടപാട് വിവരങ്ങളും കാണാൻ കഴിഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം സൂചിപ്പിക്കുന്നത്. ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡ് ആപ്പിൽ ലോഗിൻ ചെയ്തപ്പോൾ ഏകദേശം 20 മിനിറ്റ് സമയത്തിനിടെ 6 വ്യത്യസ്ത ഉപയോക്താക്കളുടെ അക്കൗണ്ട് വിവരങ്ങൾ തനിക്ക് കാണാനായി എന്നാണ് ഒരു ഉപഭോക്താവ് പറഞ്ഞത്. ചിലരുടെ നാഷണൽ ഇൻഷുറൻസ് നമ്പറുകളും ഇടപാട് വിവരങ്ങളും അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചില അക്കൗണ്ടുകളിൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ വർക്ക് ആൻഡ് പെൻഷൻസ് നൽകുന്ന ബെനിഫിറ്റ് പേയ്മെന്റുകൾ ഉൾപ്പെടെയുള്ള ഇടപാടുകളും കാണാനായതായും വ്യക്തമാകുന്നു. സംഭവത്തെ തുടർന്ന് ഉപഭോക്താക്കളിൽ കടുത്ത ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഉപഭോക്തൃ അവകാശ പ്രവർത്തകനും മണി സേവിംഗ് എക്സ്പെർട്ട് സ്ഥാപകനുമായ മാർട്ടിൻ ലൂയിസ് സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ മറ്റ് ആളുകളുടെ ഇടപാടുകൾ കാണുന്നു എന്ന സന്ദേശങ്ങൾ ലഭിച്ചതായി അറിയിച്ചു. സംഭവത്തിൽ ക്ഷമ ചോദിച്ച് ലോയ്ഡ്സ് ബാങ്കിംഗ് ഗ്രൂപ്പ് പ്രശ്നം ഉടൻ പരിഹരിച്ചതായി സംഭവത്തിൽ കാരണം അന്വേഷിക്കുമെന്നും പറഞ്ഞു. ബ്രിട്ടനിലെ നിരവധി ബാങ്കുകളിൽ IT തകരാറുകൾ ഉണ്ടായത് ഡിജിറ്റൽ ബാങ്കിംഗ് സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ദുബായിൽ ഇറാൻ മിസൈലുകൾ ആകാശത്ത് പറക്കുന്നത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചു എന്നാരോപിച്ച് 60-കാരനായ ഒരു ബ്രിട്ടീഷ് വിനോദസഞ്ചാരിക്കെതിരെ സൈബർ കുറ്റകൃത്യ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. UAE-യിലെ പൊതുസുരക്ഷയെ ബാധിക്കാവുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സംഭവത്തെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. ബ്രിട്ടന്റെ വിദേശകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇയാളുടെ കുടുംബത്തിന് സഹായം നൽകുന്നുണ്ട് എന്നാണ് വിവരം. ദുബായിൽ നിയമസഹായം നൽകുന്ന ഡീറ്റെയിൻഡ് ഇൻ ദുബായ് എന്ന സംഘടനയുടെ മേധാവി റാഥ സ്റ്റർലിംഗ് പറയുന്നതനുസരിച്ച് അടുത്തിടെ നടന്ന മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് എടുത്ത വീഡിയോകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാരണം 21 പേർക്കെതിരെ UAE-യുടെ സൈബർ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ബ്രിട്ടീഷ് പൗരന്റെ ഫോണിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയതായും അവർ വ്യക്തമാക്കി. എന്നാൽ കേസിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ വ്യക്തതയില്ലാത്തതാണെന്നും ചാർജ് ഷീറ്റിൽ വ്യക്തമായ വിശദാംശങ്ങൾ ഇല്ല എന്നും സ്റ്റർലിംഗ് ആരോപിച്ചു. ഇതിനിടെ UAE മന്ത്രി ലാന നുസൈബ സംഭവത്തെക്കുറിച്ച് ചില നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാമെങ്കിലും എല്ലാ വിശദാംശങ്ങളും വ്യക്തതയില്ല എന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. നിയമ നടപടികൾ പ്രകാരം കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം മധ്യപൂർവ്വ ദേശത്തെ അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ മേഖലയിൽ സംഘർഷം തുടരുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ കാരണം UAE-യിലെ ചില പ്രധാന കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. UK-യിലെ മീഡിയ നിയന്ത്രണ ഏജൻസിയായ ഓഫ്കോം ഡേറ്റ നിയന്ത്രണ ഏജൻസിയായ ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഓഫീസും 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തടയാൻ കൂടുതൽ ശക്തമായ പ്രായ പരിശോധനാ സംവിധാനം കൊണ്ടുവരണമെന്ന് പ്രധാന ടെക് കമ്പനികളോട് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, യൂട്യൂബ്, റോക്കോബോക്സ്, X തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ് ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ പല പ്ലാറ്റ്ഫോമുകളും ഉപയോക്താക്കളുടെ സ്വയം പ്രഖ്യാപന പ്രായ വിവരത്തെ ആശ്രയിക്കുന്നതിനാൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നുവെന്നും IOC ചൂണ്ടിക്കാട്ടി. പല സോഷ്യൽ മീഡിയ സേവനങ്ങൾക്കും കുറഞ്ഞ പ്രായപരിധി 13 ആയിരിക്കുമ്പോഴും UK-യിൽ 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 86% പേർക്കും സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ട് എന്നാണ് ഓഫ്കോം നടത്തിയ പഠനം വ്യക്തമാക്കുന്നത്. അതിനാൽ മുതിർന്നവർക്കുള്ള ചില സേവനങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ കൂടുതൽ ശക്തമായ പ്രായ പരിശോധനാ സംവിധാനങ്ങൾ കൊണ്ടുവരണമെന്ന് നിയന്ത്രണ ഏജൻസികൾ ആവശ്യപ്പെട്ടു. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വ്യക്തിഗത ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിന് നിയമപരമായ അടിസ്ഥാനമില്ല എന്നും IOC മുന്നറിയിപ്പ് നൽകി. ഇതിനോട് പ്രതികരിച്ച ടെക് കമ്പനികൾ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനകം ശക്തമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൂഗിളിൽ ഉടമസ്ഥതയിലുള്ള യൂട്യൂബ് യുവാക്കളുടെ സുരക്ഷയ്ക്കായി നിരവധി നടപടികൾ എടുത്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കി. മെറ്റ AI ഉപയോഗിച്ച് പ്രായം തിരിച്ചറിയൽ, മുഖഛായ അടിസ്ഥാനമാക്കി പ്രായ വിലയിരുത്തൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതായും പറഞ്ഞു. ടിക്ടോക്ക് 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 9 കോടിയിലധികം സംശയാസ്പദമായ 13 വയസ്സിന് താഴെയുള്ള അക്കൗണ്ടുകൾ നീക്കം ചെയ്തതായും അറിയിച്ചു. കുട്ടികളെ തിരിച്ചറിയുന്നത് ആദ്യ പടിയാണ് എങ്കിലും അവരുടെ ശ്രദ്ധ ദുരുപയോഗം ചെയ്യാത്ത രീതിയിൽ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്യുന്നത് വലിയ വെല്ലുവിളിയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. UK-യിലെ വടക്കൻ മേഖലകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കാറ്റിനെ തുടർന്ന് ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകാമെന്ന് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകി. സ്കോട്ട്ലൻഡ്, നോർത്ത് അയർലൻഡ്, നോർത്ത് ഇംഗ്ലണ്ട്, നോർത്ത് വെയിൽസ്, നോർത്ത് മിഡ്ലാൻഡ്സ് എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. ചില ഭാഗങ്ങളിൽ മണിക്കൂറിൽ 50 മുതൽ 60 മൈൽ വരെ വേഗതയുള്ള കാറ്റും ചിലപ്പോൾ 70 മൈൽ വരെ എത്തുന്ന ശക്തമായ കാറ്റും ഉണ്ടാകാമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയോടുകൂടിയ തണുത്ത കാറ്റ് ദക്ഷിണ ഭാഗത്തേക്ക് നീങ്ങുന്നതോടെയാണ് ഈ സാഹചര്യം ഉടലെടുക്കുന്നത്. സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും
രാവിലെയാണ് ഏറ്റവും ശക്തമായ കാറ്റ് അനുഭവപ്പെടുക. ഇതോടെ ഫെറി സർവീസുകൾ ഉൾപ്പെടെയുള്ള ചില ഗതാഗത സംവിധാനങ്ങളിൽ മാറ്റങ്ങളും റദ്ദാക്കലുകളും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. നോർത്ത് ഇംഗ്ലണ്ട്, നോർത്ത് വെയിൽസ് മേഖലകൾ ഉച്ചകഴിഞ്ഞ് കാറ്റ് ശക്തമാകുമെന്നും ഉയരം കൂടിയ വാഹനങ്ങൾക്ക് യാത്ര ബുദ്ധിമുട്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി. M6, A68, A1 എന്നീ പ്രധാന റോഡുകൾ ഡ്രൈവിംഗ് വെല്ലുവിളിയാകാൻ ഇടയുണ്ട്. അതേസമയം ആഴ്ച അവസാനത്തോടെ ബ്രിട്ടനിലെ മലമ്പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. സ്കോട്ട്ലൻഡ് ഉൾപ്പെടെ വടക്കൻ പ്രദേശങ്ങളിൽ 200 മീറ്റർ ഉയരത്തിന് മുകളിലുള്ള സ്ഥലങ്ങളിൽ മഞ്ഞു പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ചില ഉയർന്ന മലമേഖലകളിൽ 10 മുതൽ 20 സെന്റിമീറ്റർ വരെ മഞ്ഞടിയാൻ സാധ്യതയുണ്ടെന്നും ശക്തമായ കാറ്റാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇറാനിലെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലിനെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആണവ ബോംബുകളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനു പുറമെ കഴിഞ്ഞ മണിക്കൂറുകളിലും കൂടുതൽ പേരെ വധിച്ചതായും എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്താബ് ഖാനിയെ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. മുജ്താബ് റവല്യൂഷണറി ഗാർഡ്സിന്റെ വെറുമൊരു കളിപ്പാവ മാത്രമാണെന്നും അദ്ദേഹത്തിന് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ലെന്നും നെതന്യാഹു പരിഹസിച്ചു. യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുജ്താബയ്ക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത നെതന്യാഹു ഇറാനിൽ പുതിയൊരു സ്വാതന്ത്ര്യത്തിന്റെ പാത തെളിയുകയാണ് എന്ന് വ്യക്തമാക്കി. ഇസ്രായേൽ ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്നും എന്നാൽ രാജ്യത്തിന്റെ ഭാവി ജനങ്ങളുടെ കൈകളിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ യുദ്ധം 14 ദിവസത്തിലേക്ക് നീണ്ടിരിക്കുകയാണ്. ഇറാനിൽ ഇതുവരെ 32 ലക്ഷം പേർ അഭയാർത്ഥികളാണ് UN അഭയാർത്ഥി ഏജൻസി പറഞ്ഞിട്ടുണ്ട്. ലെബനിലെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേർ മരിച്ചു, 31 പേർക്ക് പരിക്കേറ്റു. ലെബനിൽ നിന്നും ഹിസ്ബുള്ള ബുധനാഴ്ച രാത്രി 200ഓളം റോക്കറ്റുകളും 20ഓളം ഡ്രോണുകളും ഇസ്രായേലിലേക്ക് അയച്ചെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതിനൊപ്പം ഇറാനിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമുണ്ടായി എന്നും സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷൊറാനി വ്യക്തമാക്കി. ഇറാനെതിരായ യുദ്ധത്തിനിടെ പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കയുടെ സൈനിക വിമാനം തകർന്നു വീണതായി റിപ്പോർട്ട്. ആക്രമണത്തിലല്ല വിമാനം തകർന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. എന്നാൽ വിമാനം വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ അവകാശവാദം. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായി KC-135 സൈനിക വിമാനമാണ് തകർന്നു വീണത്. ഇന്ധനം നിറയ്ക്കുന്ന വിമാനമാണിത്. പൈലറ്റ്, കോ പൈലറ്റ്, വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ബൂം പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റർ എന്നിങ്ങനെ 3 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്ന്. ആക്രമണത്തിനിടെയല്ല വിമാനം തകർന്നതെന്നാണ് US വ്യക്തമാക്കിയത്. അതേസമയം USന്റെ KC-135 വിമാനം തകർത്തത് ഇറാഖിലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പാണെന്ന് വ്യക്തമാക്കി ഇറാൻ സൈന്യം രംഗത്തെത്തി. വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിമാനം വീഴ്ത്തുകയായിരുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കയ്ക്ക് ഇത് 4ാമത്തെ വിമാനമാണ് നഷ്ടമാകുന്നത്. നേരത്തെ 3 F-15 വിമാനങ്ങൾ തകർന്നിരുന്നു. മറ്റൊരു വിമാനം സുരക്ഷിതമായി നിലനിർത്തിയെന്നും US അറിയിച്ചു. ഇറാൻ ഭരണകൂടത്തിൽ വിള്ളലില്ല എന്നും ഇപ്പോഴും സംഘടിതമാണ് എന്നും ഉടനൊന്നും നിലം പതിക്കില്ലെന്നും US രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഇറാന് നേരെ USഉം ഇസ്രായേലും നടത്തുന്ന രക്തരൂക്ഷിത യുദ്ധം 2 ആഴ്ച പൂർത്തിയാകുമ്പോൾ ഇക്കാര്യം പുറത്തുവന്നത്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തകർച്ചാ ഭീഷണി നേരിടുന്നില്ല എന്നും ജനതയ്ക്ക് മേൽ അവർക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട് എന്നും വിവിധ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിലെ വിവരം. യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില കുത്തനെ ഉയരുന്നത് ട്രംപ് സർക്കാരിനുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധം US ഉടനെ തീർക്കുമെന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ ഇറാൻ നേതാക്കൾക്ക് അവരുടെ നിലപാടുകൾ ഉറച്ചു നിന്നാൽ യുദ്ധത്തിന് USന് സ്വീകാര്യമായ പര്യവസാനം കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടാകുമെന്നാണ് വിലയിരുത്തൽ. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ ഉന്നത കമാൻഡർമാരെയും USനും ഇസ്രായേലിനും വധിക്കാനായി. എന്നാൽ ഉടൻ തന്നെ ഇടക്കാല നേതൃത്വവും IRGCയും ചേർന്ന് രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. 1 പൗണ്ട് 123.18 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.16 യൂറോ, 1 US ഡോളർ 92.44 ഇന്ത്യൻ രൂപ, 1 യൂറോ 106.29 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് 1.33 US ഡോളർ, 1 കനേഡിയൻ ഡോളർ 67.73 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫിലെ പ്രതിസന്ധി മൂലമുണ്ടാകുന്ന ദ്രവീകൃത പെട്രോളിയം വാതക വിതരണ പ്രതിസന്ധിയെ ഇന്ത്യ സജീവമായി നേരിടുകയാണെന്നും ചിലർ പരിഭ്രാന്തി സൃഷ്ടിച്ച് സ്വന്തം അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദില്ലിയിൽ നെക്സ്റ്റ് ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു മോദി. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി എല്ലായിടത്തും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇന്ത്യ സാധ്യമായ എല്ലാ വഴികളും തേടുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ വിവിധ തലങ്ങളിൽ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അടുത്തിടെ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ഉന്നത നേതാക്കളുമായി ചർച്ച ചെയ്തു. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ മറികടക്കാൻ തുടർച്ചയായ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നും മോദി പറഞ്ഞു.
സാഹചര്യം മുതലെടുത്ത് ചില LPG ഉൽപ്പന്നങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വികസനത്തിന് വിവിധ ഊർജ്ജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രം എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രാധാന്യത്തെ നിരവധി ആഗോള നേതാക്കൾ പ്രശംസിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ മോദി ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളെ ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തെ പാചകവാതക ലഭ്യതയെ ബാധിച്ചതോടെ ഗ്രാമീണ മേഖലയിൽ സിലിണ്ടർ ബുക്കിംഗിനുള്ള ഇടവേള 25 നിന്നും 45 ദിവസമായി വർദ്ധിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് പാചകവാതകത്തിന്റെ ആഭ്യന്തര വിതരണത്തെ ബാധിച്ചു എന്നും രാജ്യം മുൻപെങ്ങും കാണാത്ത സാഹചര്യമാണിതെന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് എവിടെയും LPG ലഭ്യത ഇല്ലാതായിട്ടില്ല എന്നും ബുക്കിംഗ് പല മടങ്ങ് വർദ്ധിച്ചതും പരിഭ്രാന്തിയെ തുടർന്നാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. LPG ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്രം കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് എണ്ണ വിതരണ കമ്പനികൾ കൂടുതൽ വാണിജ്യ സിലിണ്ടറുകൾ നൽകും. ഇവയുടെ വിതരണത്തിനുള്ള മുൻഗണന സംസ്ഥാനങ്ങൾക്ക് നിശ്ചയിക്കാം. വാണിജ്യ LPG സിലിണ്ടറുകളുടെ 20% സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് ഇനി വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾക്കാണ് നൽകുക. ഇന്ത്യയിലെ LPG ഉൽപാദനം കഴിഞ്ഞ ദിവസം 25% വർദ്ധിപ്പിച്ചു. ഇത് വ്യാഴാഴ്ച 28% ഉയർത്തി. പാചക ആവശ്യങ്ങൾക്ക് LPGക്ക് പകരമുള്ള ഇന്ധനങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുവാനും സർക്കാർ തീരുമാനിച്ചു. നേരത്തെ 1 ലക്ഷം കിലോ ലിറ്റർ മണ്ണെണ്ണ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്ന സ്ഥാനത്ത് ഇനി അധികമായി 48,000 കിലോ ലിറ്റർ കൂടി നൽകാമെന്ന് പെട്രോളിയം മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കൂടാതെ കൽക്കരി, മണ്ണെണ്ണ, ജൈവ ഇന്ധനങ്ങൾ എന്നിവ ഹോട്ടൽ, വാണിജ്യ മേഖലകൾ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശം നൽകി. സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതുവരെ 1 മാസത്തേക്കാണ് ഈ ഇളവ് നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തെ കാർഷിക മേഖലയെയും പ്രതികൂലമായി ബാധിക്കുന്നു. വളം ഉൽപാദനത്തെ യുദ്ധം ബാധിച്ചതോടെ ഇന്ത്യ ചൈനയുടെ സഹായം തേടി. ഇന്ത്യയിലേക്കുള്ള യൂറിയ കയറ്റുമതി വർദ്ധിപ്പിക്കണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചു. വളം ഉൽപാദനത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് LPG. പ്രതിസന്ധി രൂക്ഷമായതോടെ ദക്ഷിണേന്ത്യൻ രാജ്യത്തെ ചില വളം നിർമ്മാതാക്കൾ പ്ലാന്റുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായ പശ്ചാത്തലത്തിലാണ് കയറ്റുമതി നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ച് പരിഗണിക്കാൻ ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം ഇന്ത്യയോ ചൈനയോ സ്ഥിരീകരിച്ചിട്ടില്ല. ചർച്ചകൾ തുടരുകയാണെന്നും ഇതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നും പേര് വെളിപ്പെടുത്താത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. ലോക ഭക്ഷ്യോൽപാദനത്തിന് ഏറ്റവും നിർണായകമായ നൈട്രജൻ വളമായ യൂറിയയുടെ വില യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ 21% ഉയർന്ന് 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ചൈന കോട്ട സമ്പ്രദായത്തിന് കീഴിലാണെന്നും യൂറിയ കയറ്റുമതി നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് കയറ്റുമതികൾക്ക് അനുമതി നൽകിയിരുന്നു എങ്കിലും 2026 കയറ്റുമതിക്കുള്ള അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ യൂറിയ ഉൽപാദക രാജ്യമാണ് ചൈന. ചൈനയിലും കാർഷിക സീസണിന്റെ ആരംഭമായതിനാൽ വലിയ ഡിമാൻഡാണുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഹർജി ഒരാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. കോടതി മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി യഥാർത്ഥ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിക്കേണ്ടതുണ്ട്. ഉന്നത നിലവാരമുള്ള ലാബുകളിലാണ് പരിശോധന നടക്കുന്നത്. ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷണം നടത്തുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതികളുടെ ജാമ്യം പരിഗണിച്ച കോടതി എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ല എന്നും പൊതുധാരണകളല്ല കോടതിയുടെ പരിഗണനയിലുള്ളത് എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും കോടതി കൂട്ടിച്ചേർത്തു. ദില്ലിയിൽ നിന്നും അതൃപ്തനായി നാട്ടിലേക്ക് തിരിച്ച കെ സുധാകരൻ വൈകാരികമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ അത്തരം വിഷയങ്ങളൊന്നും സ്പർശിക്കാതെ അതിവൈകാരികമായാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത്. കണ്ണൂർ എന്നത് എന്റെ ഹൃദയ രക്തമാണ്. കണ്ണൂരിലെ കോൺഗ്രസ് എന്നും എന്റെ മേൽവിലാസമാണ്. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ മുന്നിൽ നിന്നും പൊരുതി സംരക്ഷിച്ച എന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കൊരിക്കലും സാധിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജി സുധാകരൻ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപനം നടത്തിയത് പുനരാലോചിക്കുന്നതാണെന്നും സുധാകരനും പാർട്ടിക്കും നല്ലതെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. മത്സരം പ്രഖ്യാപിച്ചത് ദൗർഭാഗ്യകരമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചതെന്നും MA ബേബി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ പറഞ്ഞിരുന്നു.
പാർട്ടിയിൽ നിന്നും പാർട്ടിക്കാരിൽ നിന്നും നേരിട്ട അവഗണന, ബ്രാഞ്ചിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം തുടങ്ങിയ ദുരനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെയും പിന്തുണ തേടിയിട്ടില്ല എന്നും ആരെങ്കിലും പിന്തുണ വാഗ്ദാനം ചെയ്താൽ പിന്തുണയുടെ സ്വഭാവം നോക്കി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി സ്പോർട്സ്. 2026 T20 ലോകകപ്പിലെ ഏറ്റവും മണ്ടൻ ടീമാണ് ദക്ഷിണാഫ്രിക്ക എന്ന വിവാദ പ്രസ്താവനയുമായി മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കൽ വോൺ. ഇന്ത്യൻ ടൂർണമെന്റ് ജയിക്കാൻ കാരണമായത് ദക്ഷിണാഫ്രിക്കയുടെ പിഴവാണെന്നും വോണിന്റെ കണ്ടെത്തൽ. സൂപ്പർ 8 ഘട്ടത്തിലെ വെസ്റ്റ് ഇൻഡീസിനോട് മനഃപൂർവ്വം തോറ്റിരുന്നുവെങ്കിലും ഇന്ത്യയെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കുമായിരുന്നു എന്ന് വോൺ അഭിപ്രായപ്പെട്ടത്. സ്റ്റിക്ക് ടു ക്രിക്കറ്റ് പോഡ്കാസ്റ്റിലായിരുന്നു ഓണിന്റെ വിവാദ പരാമർശം. ശക്തരായ ടീമുകളെ നേരത്തെ തന്നെ പുറത്താക്കുന്നതാണ് കിരീടം നേടാനുള്ള എളുപ്പവഴിയെന്നും എന്നാൽ ദക്ഷിണാഫ്രിക്ക ആ അവസരം കളഞ്ഞു കുളിച്ചുവെന്നും അദ്ദേഹം പരിഹസിക്കുന്നു. മികച്ച ഫോമിലായിരുന്ന ഇന്ത്യയെ മുന്നേറാൻ അനുവദിച്ചത് ദക്ഷിണാഫ്രിക്കയുടെ ബുദ്ധിശൂന്യമായ തീരുമാനമാണെന്നാണ് ഓൺ പറഞ്ഞത്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയുടെ 76 റൺസ് തോറ്റതിനെ തുടർന്ന് ഇന്ത്യ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചതോടെ ഇന്ത്യക്ക് സെമിയിലേക്ക് വഴി തുറന്നു. തുടർന്ന് സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ് എന്നിവരെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടം നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇറാനിലെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേൽ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആണവ ബോംബുകളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി റവല്യൂഷണറി ഗാർഡ്സിന്റെ വെറും ഒരു കളിപ്പവ മാത്രമാണെന്നും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയില്ലെന്നും നെതന്യാഹുവിന്റെ വിമർശനം. ഇറാനിൽ നിന്നും ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രായേൽ. ഇറാനെതിരായ യുദ്ധത്തിനിടെ പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കയുടെ സൈനിക വിമാനം തകർന്നു വീണു. ഇറാനെതിരായ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നീക്കത്തിന്റെ ഭാഗമായ KC-135 സൈനിക വിമാനമാണ് തകർന്നു വീണത്. ആക്രമണത്തിലല്ല വിമാനം തകർന്നതെന്ന് US സെൻട്രൽ കമാൻഡർ. വിമാനം വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കയ്ക്ക് നഷ്ടമാകുന്നത് ഇത് 4ാമത്തെ വിമാനം. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തകർച്ചാ ഭീഷണി നേരിടുന്നില്ല എന്നും ജനതയ്ക്കുമേൽ അവർക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട് എന്നും US രഹസ്യാന്വേഷണ വിഭാഗം. ഇറാൻ ഭരണകൂടത്തിൽ വിള്ളലില്ല എന്നും ഇപ്പോഴും സംഘടിതമാണ് എന്നും ഉടനൊന്നും നിലം പതിക്കില്ല എന്ന റിപ്പോർട്ട്. ഇറാനുമായുള്ള യുദ്ധം അമേരിക്ക ഉടൻ തീർക്കണമെന്ന ട്രംപ്. ഇറാൻ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതിന് യുദ്ധത്തിന് പര്യവസാനം കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടാകുമെന്ന് വിദഗ്ധർ. യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില കുത്തനെ ഉയരുന്നത് ട്രംപ് സർക്കാരിനുമേൽ കനത്ത വെല്ലുവിളിയായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് എങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭക്ഷ്യവസ്തുക്കളുടെ വില ഗണ്യമായി ഉയരും. വില വർധനവിന് കാരണമാകുന്നത് യൂറോപ്പിലും ബ്രിട്ടനിലേക്കും സാധനങ്ങൾ എത്തിക്കുന്ന പ്രധാന കടൽപാതകൾ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ഷിപ്പിംഗ് ചാർജ് വർദ്ധിച്ചതും ഇന്ധന വില കൂടുന്നതും വിമാന ചരക്കു സേവനങ്ങളുടെ അപര്യാപ്തതയും വില ഗണ്യമായി ഉയരാൻ കാരണമാകും. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട 3 ബാങ്കുകളുടെ മൊബൈൽ ആപ്പുകളിൽ മറ്റാളുകളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കാണാനായുള്ള ഞെട്ടിക്കുന്ന വിവരം പുറത്ത്. അക്കൗണ്ട് വിവരങ്ങൾ കാണാനായത് സാങ്കേതിക തകരാർ മൂലമെന്ന് ബാങ്കുകൾ. ലോയ്ഡ് ബാങ്ക്, ഹാലിഫാക്സ്, ബാങ്ക് ഓഫ് സ്കോട്ട്ലൻഡ് എന്നീ ബാങ്കുകളുടെ ആപ്പുകളിലാണ് തകരാർ സംഭവിച്ചത്. ബ്രിട്ടനിലെ നിരവധി ബാങ്കുകൾ IT തകരാറുകൾ ഉണ്ടായത് ഡിജിറ്റൽ ബാങ്കിംഗ് സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചതായി ഉപഭോക്താക്കൾ. ഗൾഫിലെ പ്രതിസന്ധി മൂലമുണ്ടാകുന്ന പെട്രോളിയം വാതക വിതരണ പ്രതിസന്ധിയെ ഇന്ത്യ സജീവമായി നേരിടുകയാണെന്നും ചിലർ പരിഭ്രാന്തി സൃഷ്ടിച്ച് സ്വന്തം അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ഇന്ത്യ സാധ്യമായ എല്ലാ വഴികളും തേടുന്നുണ്ടെന്നും സാഹചര്യം മുതലെടുത്ത് ചില LPG ഉൽപ്പന്നങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും നരേന്ദ്രമോദി. പാചകവാതകത്തിന്റെ സിലിണ്ടർ ബുക്കിംഗിന് ഇടവേള 25 നിന്നും 45 ദിവസമായി വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. കോടതി മേൽനോട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നതെന്നും ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷണം നടത്തുന്നതെന്നും കോടതി. പൊതുധാരണകളല്ല കോടതിയുടെ പരിഗണനയിലുള്ളതെന്നും യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നും ഹൈക്കോടതി. ആയുസ് തീർന്നാലും ആർത്തി തീരാത്ത നേതാക്കൾ. ദില്ലിയിൽ നിന്നും അസംതൃപ്തനായി നാട്ടിലേക്ക് തിരിച്ച കോൺഗ്രസ് നേതാവ് K സുധാകരൻ വൈകാരികമായി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത്. കല്ലിൽ നിന്നും കത്തിയിൽ നിന്നും അരിവാളിൽ നിന്നും ബോംബിൽ നിന്നും തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ താൻ പൊരുതി സംരക്ഷിച്ച തന്റെ സഹോദരരെ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ തനിക്കൊരിക്കലും സാധിക്കില്ലെന്ന് പറഞ്ഞ് സുധാകരന്റെ കുറിപ്പ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഓരോ കുൽസിത പ്രവർത്തികൾ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.